ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൻ മാർച്ച് 1 എഡിഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. കൂടിയാട്ടം ആചാര്യൻ വേണുജി, സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടക സംവിധായകനും നാടകകൃത്തുമായ ജയപ്രകാശ് കൂളൂർ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ 2025 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ 2025 പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ കൂടിയാട്ടം ആചാര്യൻ വേണുജി, സംവിധായകനും സംഗീത സംവിധായകനും ഗാനരചയിതാവുമായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പിന്നെ ജയപ്രകാശ് കൂളൂർ, നാടക സംവിധായകനും നാടകകൃത്തുമായിട്ടുള്ള ജയപ്രകാശ് കൂളൂർ എന്നിവയ്ക്കാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ 2025 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് പ്രഥമ കാന്തള്ളൂരപ്പൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പ്രഥമ കാന്തള്ളൂരപ്പൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി ലക്ഷ്മിപ്രിയ ദേവി സംവിധാനം ചെയ്ത മണിപ്പൂരി ചിത്രം ബൂങ് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും നല്ല ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ബൂങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മണിപ്പൂരി ചിത്രമാണ് കേട്ടോ. ബൂങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മണിപ്പൂരി ചിത്രമാണ്. അത് ആരാണ് സംവിധാനം ചെയ്തത്? ആരാണ്? ലക്ഷ്മിപ്രിയ ദേവിയാണ് കേട്ടോ. ലക്ഷ്മിപ്രിയ ദേവി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ തന്നെ എഴുതി വെച്ചേക്കണേ. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡിവുഡിൻ്റെ ഭാഷാകേസരി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡിവുഡ് ഭാഷാകേസരി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച കൃതിക്കുള്ള ഇൻഡിവുഡിൻ്റെ പ്രഥമ എഴുത്തമ്മ പുരസ്കാരം സാഹിത്യകാരനും ഗാനരചയിതാവുമായിട്ടുള്ള ND രാജേന്ദ്രനും കിട്ടി. അപ്പോൾ മികച്ച കൃതിക്കുള്ള ഇൻഡിവുഡിൻ്റെ പ്രഥമ ആദ്യത്തെ എഴുത്തമ്മ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? MD രാജേന്ദ്രനാണ് കേട്ടോ. കൂടാതെ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് മികച്ച ജില്ലാ കളക്ടർക്കുള്ള റവന്യൂ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മികച്ച കളക്ടറേറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? തിരുവനന്തപുരം കളക്ടറേറ്റാണ് കേട്ടോ. മികച്ച കളക്ടറായിട്ട് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കേട്ടോ. അത് അർജുൻ പാണ്ഡ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് മികച്ച കളക്ടർക്കുള്ള റവന്യൂ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇനി പിന്നെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ മികച്ച കളക്ടറേറ്റ്, അത് നമ്മുടെ തിരുവനന്തപുരം കളക്ടറേറ്റിനാണ് മികച്ച കളക്ടറേറ്റിനുള്ള സംസ്ഥാന റവന്യൂ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് നോക്കൂ. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം. അപ്പോൾ കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം ഏതാണ്? പെരുമ്പളം. ഇന്നലെ നമ്മളൊരു കുമ്പിച്ചൽ കടവ് പാലം പഠിച്ചില്ലേ? നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് കേട്ടോ അത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ്. അതേതാണ്? പെരുമ്പളമാണ്. പെരുമ്പളം. നല്ല ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. രാജ്യത്തെ ആദ്യത്തെ പശു മ്യൂസിയം ഉത്തർപ്രദേശിലെ മധുരയിലാണ് നിലവിൽ വന്നത്. അപ്പോൾ ആദ്യത്തെ പശു മ്യൂസിയം, രാജ്യത്തെ തന്നെ ആദ്യത്തെ പശു മ്യൂസിയം എവിടെയാണ് നിലവിൽ വന്നത്? മധുരയിലാണ്. ഉത്തർപ്രദേശിലെ മധുരയിലാണ് നിലവിൽ വന്നത്. അതും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ചോദിക്കാൻ സാധ്യതയൊക്കെയുള്ള നല്ലൊരു ക്വസ്റ്റ്യനാണത്. പ്രഥമ ഏഷ്യൻ ബദിര 2020 ക്രിക്കറ്റ് കിരീടം ആര് നേടിയിട്ടുണ്ട്? ഇന്ത്യ നേടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഏഷ്യൻ ബദിര 2020 കപ്പ് ക്രിക്കറ്റ് കിരീടം ആര് നേടി? ഇന്ത്യക്കാണ്. 2026 ഇന്ത്യക്കാണ് പ്രഥമ ഏഷ്യൻ ബദിര 2020 കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിരിക്കുന്നത്. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കിരീടം, അതും ഇന്ത്യക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പാണ് കേട്ടോ. അത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കാണ് കിരീടം. പ്രഥമ ഫിഡെ ഫ്രീ സ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ നോർവേയുടെ മാഗ്നസ് കാൾസനാണ് കിരീടം നേടിയിരിക്കുന്നത്. പ്രഥമ ഫിഡെ ഫ്രീ സ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ നോർവേയുടെ മാഗ്നസ് കാൾസനാണ് കിരീടം ലഭിച്ചിട്ടുള്ളത്. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം ആര് നേടി? കാർലോസ് അൽക്കാരസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസും ആര് തന്നെയാണ് നേടിയത്? കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. അപ്പോൾ 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം ആര് നേടി? കാർലോസ് അൽക്കാരസ് ആണ് കൊണ്ടുവരിക്കുന്നത്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹർമൻപ്രീത് കൗറിനെ കുറിച്ചാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചേക്കണേ. എന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ ഹർമൻപ്രീത് കൗറാണ് കേട്ടോ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡാണ് ഹർമൻപ്രീത് കൗർ സ്വന്തമാക്കിയിരിക്കുന്നത്.
അതുപോലെ തന്നെയുള്ളതാണ് 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടം ആര് കൊണ്ടുവരിക്കുന്നു? അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപ്റ്റൻ റാഷിദ് ഖാനാണ് കൊണ്ടുവരിക്കുന്നത്. 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടം ആരാണ്? ക്യാപ്റ്റൻ റാഷിദ് ഖാനാണ്. അഫ്ഗാനിസ്ഥാൻകാരനാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപ്റ്റൻ റാഷിദ് ഖാനാണ് നമ്മുടെ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടം കൊണ്ടുപോയത്. ഇന്നലെ നമ്മളൊരു 650 സിക്സിൻ്റെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഏറ്റവും കൂടുതൽ സിക്സ് നേടിയത് അതാരായിരുന്നു? ഇന്ന് ഞാൻ ആനുകാലികത്തിൻ്റെ നമ്മുടെ കറണ്ട് അഫെയറിൻ്റെ മോക്ക് ടെസ്റ്റ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതിലുണ്ടായിരുന്നു. ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് വേദിയാകുന്നത്. ഇപ്പം തന്നെ എഴുതി വെച്ചോ, വേദി എവിടെയാണ്? ജനീവയാണ്. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്കാണ് കേട്ടോ. AI ഇമ്പാക്റ്റ് ഉച്ചകോടി 2027 വെന്യൂ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഇനി 2028 നിർമ്മിത ബുദ്ധി ഇമ്പാക്റ്റ്, അതായത് അതിനെ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്കാണെങ്കിൽ UAE ആയിരിക്കും ആതിഥേയത്വം വഹിക്കുക. അപ്പോൾ 2027 സ്വിറ്റ്സർലാൻഡിലെ ജനീവയും 2028 എവിടെ വഹിക്കും? UAE ആയിരിക്കും ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്. 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. US, ചൈന എന്നിവരാണ് ആദ്യത്തെ 2 സ്ഥാനങ്ങളിലുള്ളത് കേട്ടോ. അപ്പം 3-ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ. 1ഉം 2ഉം സ്ഥാനക്കാരാരൊക്കെയാണ്? USഉം ചൈനയാണ്. 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിലാണ് നടന്നത്. അപ്പോൾ 2026 ന്യൂഡൽഹിയിൽ വെച്ചിട്ട് നടന്നു. ഇനി 2027 എവിടെ വെച്ചിട്ട് നടക്കും? ജനീവയിൽ വെച്ചിട്ട് നടക്കും. 2028 എവിടെ വെച്ചിട്ട് നടക്കും? UAE വെച്ചിട്ട് നടക്കും. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ വേദികളൊക്കെ ഒന്ന് നോക്കിയിരിക്കണം കേട്ടോ. എഴുതി വെച്ചേക്കാട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്ത് ആദ്യമായി അസാമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്നു. 15.79 കിലോമീറ്ററാണ് ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് അസമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാതയാണ് നിലവിൽ വരുന്നത്. റോഡുമുണ്ട്, ഇതവിടെ കൊടുത്തിട്ടുണ്ട്. റോഡും പോകുന്നുണ്ട്, റെയിൽവേയും. ഇരട്ടക്കുഴൽ കുഴലിലൂടെ റോഡും റെയിലും തുരങ്കപാത ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് 15.79 കിലോമീറ്ററാണ് ദൈർഘ്യം വരുന്നത്. എവിടെയാണെന്ന് പഠിച്ചിരിക്കണം. അസമിലെ ബ്രഹ്മപുത്ര നദിക്കടിയിലാണ് കേട്ടോ. അസമിലെ ബ്രഹ്മപുത്ര നദിക്കടിയിലാണ് ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്നത്. ബൾഗേറിയൻ ഇടക്കാല പ്രധാനമന്ത്രിയായി ആൻഡ്രി ഗൈറോവ് നിയമിതനായി. ഇതൊക്കെ പേരാണ്. ബൾഗേറിയയിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ആൻഡ്രി ഗൈറോവ് നിയമിതനായി. അപ്പം ബൾഗേറിയയിലെ ഇടക്കാല പ്രധാനമന്ത്രി ആരാണ്? ആൻഡ്രി ഗൈറോവ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച് നാറ്റോ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആർട്ടിക് ദൗത്യം നാറ്റോ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? ആർട്ടിക് സെൻട്രി എന്ന പേരിലാണ് കേട്ടോ. ആർട്ടിക് സെൻട്രി. ഇനി 2024-25 നമ്മുടെ സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. മികച്ച കോർപ്പറേഷനായിട്ട് ഏതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. മികച്ച ജില്ലാ പഞ്ചായത്താണ് കൊല്ലമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ തിരുവനന്തപുരം നേമമാണ്. മികച്ച ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഉഴമലയ്ക്കൽ തിരുവനന്തപുരമാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്, തൃശ്ശൂരുള്ള. അപ്പോൾ ഇത്രയും ഒന്ന് സ്വരാജ് ട്രോഫി ഇമ്പോർട്ടൻ്റ് ആണ്. 10th പ്രിലിംസിനും LGSനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുള്ളതാണ്. LGS, പ്രിലിംസ് ഇങ്ങനെയുള്ളതിലൊക്കെയാണ് കേട്ടോ ഇത് കാണാറുള്ളത്. അപ്പോൾ സ്വരാജ് ട്രോഫി എന്തായാലും പഠിച്ചിരിക്കുക കേട്ടോ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ജില്ല കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം തിരുവനന്തപുരം. നാമും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരാമെന്ന് ആലോചിച്ചാൽ മതി. നേമം ബ്ലോക്ക് പഞ്ചായത്ത് കേട്ടോ, തിരുവനന്തപുരം. മികച്ച ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഉഴമലയ്ക്കൽ. ഗ്രാമം ഉഴുതുമറിച്ചു എന്നൊക്കെ അങ്ങനെ ആലോചിക്കുക കേട്ടോ. മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ തിരുവനന്തപുരം. മികച്ച മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഗുരുവായൂർ, തൃശ്ശൂർ. എൻ്റെ ഗുരുവായൂരപ്പൻ. മികച്ച മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഗുരുവായൂർ, തൃശ്ശൂർ. ഇനി ഇവിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിട്ട് ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്? താരിഖ് റഹ്മാനാണ് കേട്ടോ. താരിഖ് റഹ്മാൻ. ഉദയ് കോട്ടക് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി, അതായത് ഗിഫ്റ്റ് സിറ്റിയുടെ ചെയർമാനായിട്ട് ഉദയ് കോട്ടക്കാണ് കേട്ടോ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത്. നമ്മുടെ ഗിഫ്റ്റ് സിറ്റി അഥവാ
ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി, അതിൻ്റെ പേരാണ് കേട്ടോ ഗിഫ്റ്റ് സിറ്റി എന്നുള്ള ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ചെയർമാനായിട്ട് ആരാണ് നിയമിതനായിരിക്കുന്നത്? ഉദയ് കോട്ടക്കാണ് കേട്ടോ, ഉദയ് കോട്ടക്. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സഫാരി. കേരള സവാരി. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ് ഗുഡ്വിൽ അംബാസഡർ. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? കേരള സവാരി. കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിൽ ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഏതായിരുന്നു? ഭാരത്. ഇനി ഇവിടെയാണെങ്കിൽ എന്താണ്? കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസിൻ്റെ പേരെന്താണ്? കേരള സവാരി. കേരളത്തിലേക്ക് സവാരി പോവുക. ആര്? സഞ്ജു സാംസൺ. അപ്പോൾ ആരാണ് ഗുഡ്വിൽ അംബാസഡർ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ആരാണ്? ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസായ മീററ്റ് മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? മീററ്റ് മെട്രോ സർവീസാണ് കേട്ടോ, മീററ്റ് മെട്രോ. അതെന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനമന്ത്രി ഇനാഗുറേഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മീററ്റ് മെട്രോ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 ബംഗാൾ ഉൾക്കടലിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനം ഏതാണ്? മിലൻ 2026. അതെവിടെ വെച്ചിട്ടാണ് നടന്നത്? ബംഗാൾ ഉൾക്കടലിൽ വെച്ചിട്ടാണ് നടന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഓർത്തിരിക്കണേ. കേരള ആസൂത്രണം ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഏതാണ്? വിഷൻ 2031. അപ്പോൾ വിഷൻ 2031 എന്ന് പറയുന്നത് എന്താണ്? കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനം. ഇങ്ങനെയും ചോദിക്കാം, കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ പേരെന്താണ്? വിഷൻ 2031. ഇനി രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിൻ്റെ പേരെന്താണ്? വായു ശക്തി 2026. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ മിലൻ 2026, അതുപോലെ തന്നെ വായു ശക്തി 2026, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. മിലൻ 2026 വലിയ നാവികാഭ്യാസ പ്രകടനമാണ്, ബംഗാൾ ഉൾക്കടലിലാണ് നടന്നത്. ഇനി വായു ശക്തി 2026 ആണെങ്കിൽ എന്താണ്? വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമാണ്. അതെവിടെ വെച്ച് നടന്നു? രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട് കേരളത്തിൻ്റെ പാവക്കഥകളി. അപ്പം കേരളത്തിൻ്റെ പാവക്കഥകളി എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള സ്മാരക സ്റ്റാമ്പിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ലോക മത പാർലമെൻറ്റ് റഷ്യൻ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ലോക മത പാർലമെൻറ്റ് റഷ്യൻ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിൽ നടന്നു. വായിച്ചു വിടുക കേട്ടോ. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച നൂതന പദ്ധതിയുടെ പേരെന്താണ്? നവോധൻ എന്നുള്ളതാണ് കേട്ടോ. നവോധൻ ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ചൊരു നൂതന പദ്ധതിയുടെ പേരെന്താണ്? നവോധനാണ് കേട്ടോ, നവോധൻ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതിയുടെ പേരെന്താണ്? രക്ഷാകവചം പദ്ധതി. പദ്ധതികളൊക്കെ മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു ആശ്രിത സഹായധന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? രക്ഷാകവചം പദ്ധതി. ബീഹാർ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഹാർ എന്താണ്? സമ്പൂർണ്ണമായിട്ടും എന്താണ്? നക്സൽ വിമുക്തം, പൂർണ്ണമായിട്ടും നക്സലൈറ്റുകളിൽ നിന്നൊക്കെ വിമുക്തമായി അങ്ങനെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ബീഹാറാണ് കേട്ടോ. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ്? ആന്ധ്രാപ്രദേശ് നിയമസഭയാണ് കേട്ടോ. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് AI അധിഷ്ഠിത മുഖ തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ്? ആന്ധ്രാപ്രദേശ് നിയമസഭ. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറിയത് ഏതാണ്? കണ്ണൂരിലുള്ള മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. കണ്ണൂരിലാണ് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറിയത് എവിടെയാണ്? കണ്ണൂർ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. അഭിമാനം തോന്നുന്നു അല്ലേ? ഇനി നമുക്ക് കുറച്ച് വിയോഗങ്ങൾ നോക്കാം. വിഖ്യാത ഡച്ച് സാഹിത്യകാരൻ സീസ് ന്യൂട്ട്ബോം അന്തരിച്ചു. അദ്ദേഹം എവിടുത്തെയാണ്? ഡച്ച് സാഹിത്യകാരനാണ് സീസ് ന്യൂട്ട്ബോം.
പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ മണിശങ്കർ മുഖോപാധ്യായ അന്തരിച്ചു. ശങ്കർ എന്ന തൂലികാ നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ. നമ്മുടെ മണിശങ്കർ, അതായത് പ്രമുഖ ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള മണിശങ്കർ മുഖോപാധ്യായയുടെ തൂലികാ നാമം ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്? ഏതാണ്? ശങ്കർ എന്നുള്ള തൂലികാ നാമത്തിലാണ്. പ്രശസ്ത അമേരിക്കൻ നടൻ എറിക് ഡെയ്ൻ അന്തരിച്ചു. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എറിക് ഡെയ്ൻ. പ്രശസ്ത അമേരിക്കൻ നടൻ എറിക് ഡെയ്ൻ അന്തരിച്ചു. തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ വി വിജയൻ അന്തരിച്ചു. ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെ ചിത്രം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മാർച്ചിലെ ഫസ്റ്റ് എഡീഷനാണ് കേട്ടോ PSC ബുള്ളറ്റിൻ നോക്കിയത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.